നമ്മളുടെ രാഷ്ട്രത്തിന് പറ്റിയ ഒരബദ്ധം, ചില മന്ത്രങ്ങൾ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം നമ്മൾ പഠിച്ചിട്ട് പ്രാവർത്തികമാക്കിയതാണോ തെറ്റായിട്ട് പഠിച്ചിട്ട് പ്രാവർത്തികമാക്കിയതാണോ എന്ന് അറിഞ്ഞൂടാ. എല്ലാവരും നന്നായിരിക്കണം. അത് പ്രാർത്ഥിച്ച് 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 നമ്മളെ നശിപ്പിക്കാനും നമ്മളെ മതം മാറ്റാനും നമ്മളിൽ ലവ് ജിഹാദ് ഇൻജക്റ്റ് ചെയ്യാനും നമ്മളുടെ തിന്മകൾ നിരന്തരം ആഗ്രഹിക്കുന്നവർക്ക് പോലും നന്മ വരുത്തണമെന്ന് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു. കാരണം അതൊരു ശീലമായി. അതുകൊണ്ട് അവൻ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റായിട്ട് നമ്മൾ കാണാറില്ല. ഒരുമിച്ച് നിൽക്കണമെന്ന ധാരണ എല്ലാ ഹിന്ദുവിനും, സഹനാവവതു സഹനൗ പുനക്തു സഹവീര്യം കരവാവഹൈ. അപ്പുറത്തുള്ളവനാണെങ്കിൽ ഇവനെ പരമാവധി ചൂഷണം ചെയ്യണം, ഇവനെ പരമാവധി ലൂട്ടി ചെയ്യണം എന്ന ധാരണ. ഒന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ ശത്രുവിനും സുഖമായിരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ സുഖമായിട്ട് എന്നെ ശത്രുതാഭാവത്തോടുകൂടി നശിപ്പിക്കും. എൻ്റെ സ്ഥാപനത്തിൽ വിഷം ചേർക്കുന്നവനെ അവനും സുഖമായിരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവൃത്തി അവൻ കൂടുതൽ ഗാഢമായിട്ട് ചെയ്യും. എന്നെ നശിപ്പിക്കുന്നവൻ, എന്നിൽ വിഷം ചേർക്കുന്നവൻ, എന്നെ തകർക്കുന്നവൻ, എനിക്കെതിരെ പ്രവർത്തിക്കുന്നവൻ, അവരും സുഖമായിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം ഹിന്ദുവിനുണ്ടായിട്ടുണ്ട്. ഈ ഭാരതത്തിലേക്ക് AD 995 മുതൽക്ക് ആക്രമിച്ച് കയറിയ വിദേശ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം നമ്മൾ തെറ്റായിട്ട് അവരെ അതിഥികളായിട്ട് സ്വീകരിച്ചു. അവർ ശത്രുക്കളാണ്. രാജാക്കന്മാര് അവരുടെ സൈന്യത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ പോലും ജനങ്ങള് ആ ശത്രുക്കളെ ശത്രുവായിട്ട് കാണുന്നതിന് പകരം അതിഥിയായിട്ട് കാണുമ്പോൾ രാജാക്കന്മാർക്ക് പോലും ഈ ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റാതെ വന്നു. നമ്മുടെ പല രാജാക്കന്മാരും വിദേശ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തടവിൽ വെച്ചിട്ട് അവർ വന്ന് മാപ്പ് പറയുമ്പോൾ വിട്ടയക്കുന്ന പതിവുണ്ട്. വിട്ടയച്ച അവർ വീണ്ടും ഈ രാജ്യത്തിനെതിരെ വരും. അങ്ങനെ 8ഉം 10ഉം പ്രാവശ്യം ശത്രുവിനെ വിട്ടയച്ചിട്ടും പാഠം പഠിക്കാത്ത ധാരാളം രാജാക്കന്മാർ ഭാരതത്തിലുണ്ട്. ഇയാള് മാപ്പപേക്ഷിച്ച് തിരിച്ചു പോയാൽ വീണ്ടും ശത്രുവായിട്ട് സൈന്യത്തോടു കൂടി വരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഈ ഖിൽജി ലോഡി വംശത്തിലെ പല വിദേശ മുസ്ലിങ്ങളെ അവർ മാപ്പെഴുതി കൊടുത്തിട്ട് പോയിട്ട് വീണ്ടും യുദ്ധത്തിന് വരുന്ന അവസ്ഥ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ പാഠം പഠിക്കുന്നില്ല. ഇന്നും നമ്മളൊരു വിദേശി ഭരണാധികാരിയെ ആഗ്രഹിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ഇറ്റലിക്കാരിയെ ഭരണാധികാരിയായിട്ട് അവരുടെ മന്ദബുദ്ധിയെ പോലെ പെരുമാറുന്ന മകനെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാഴ്ച അത്ഭുതം തോന്നുന്നു. ഇവിടെ കോൺഗ്രസിലെ നല്ല നല്ല നേതാക്കന്മാരില്ലേ? എന്തിനാ നമ്മൾ അടിമത്വത്തിലേക്ക് തന്നെ പിന്നെയും പോകുന്നത്? നമ്മളുടെ നിയോജക മണ്ഡലത്തില്, ഗ്രാമത്തില്, പട്ടണത്തില് ഒന്നും ചെയ്യാത്തവൻ 5 വർഷം കഴിയുമ്പോൾ സ്നേഹ ബഹുമാനാദികളോട് പള്ളിയിലും അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി തൊഴുത് പ്രാർത്ഥിച്ച് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സെൽഫി എടുപ്പിച്ച് പോകുമ്പോൾ അവൻ ചെയ്യാത്ത, ആ നാടിനു വേണ്ടി ഒന്നും ചെയ്യാതെ 5 വർഷം സുഖിച്ച് നടന്നവനെ വീണ്ടും ഇലക്ഷന് ജയിപ്പിക്കുക. നമുക്കെതിരെ ചെയ്ത തിന്മകളൊക്കെ നമ്മൾ മറക്കാം. എവിടെയോ നമ്മൾ കൃഷ്ണൻ പറഞ്ഞ മാതിരി ശത്രുക്കളും മിത്രങ്ങളും എല്ലാവരും ഒരുപോലെയാണ്, കൊള്ളാം. പക്ഷെ കൃഷ്ണൻ അത് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള ആചാര്യന്മാരെയും പിതാമഹന്മാരെയും ബന്ധുക്കളെയും പോലും അധർമ്മത്തിന്റെ കൂട്ടത്തിൽ നിന്നവരെ തകർത്ത് തരിപ്പണമാക്കാനാണ് അർജുനന്റെ രഥം ഓടിച്ചത് കൃഷ്ണൻ. തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അധർമ്മം ചെയ്യുന്നവരെ നശിപ്പിക്കാൻ നീ എഴുന്നേൽക്കൂ അർജുന എന്നാ പറഞ്ഞത്, കൊല്ലാനാ പറഞ്ഞത്, ബാക്കി വെക്കണ്ട. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വരികൾ നമ്മളോട്ട് എടുത്തുമില്ല. ശത്രുക്കളെ സ്നേഹിക്കാനും നമുക്കെതിരെ വാളോങ്ങി നമ്മുടെ ആൾക്കാരെ വധിച്ചു കൊന്നു കൊല വിളിച്ചവനെ
അഹിംസ പരമോ ധർമ്മ എന്ന് നമ്മൾ പിന്നെയും പ്രഖ്യാപിച്ച് എന്തൊക്കെയോ ചെയ്തു. എന്തൊരു ഗതികേടാ അല്ലേ? വേദവാക്യങ്ങളും പുരാണവാക്യങ്ങളും എല്ലാം വളരെ ധന്യമായി പ്രായോഗികമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ശ്രീരാമൻ രാവണന്റെ കുലത്തെ തന്നെ മുടിപ്പിച്ചിട്ടാണ് അധർമ്മത്തെ നശിപ്പിച്ചത്. അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ പാണ്ഡവരും ചെയ്തത്, അവരോട് ചെയ്യാൻ കൃഷ്ണൻ പറഞ്ഞത്. ആസുരീക ശക്തികളെ നശിപ്പിക്കാനുള്ള പ്രായോഗിക പുരാണ ഇതിഹാസ വേദ ഉപനിഷത്ത് നിർദ്ദേശങ്ങൾ നമ്മൾ വേറെ ചില വരികൾ കൊണ്ടങ്ങ് കവർ ചെയ്തു. അഹിംസ പരമോ ധർമ്മ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതുപോലെ തന്നെ നമ്മൾ സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഹിന്ദുക്കൾ സ്വന്തം അസ്തിത്വത്തെ തന്നെ ഇല്ലാതെയാക്കി. നമ്മുടെ ശത്രുക്കളെ നമ്മൾ ശരിക്കും മാപ്പ് കൊടുത്തു. പിന്നെയും അവൻ ശത്രുവായിട്ട് വരുമ്പോൾ പോലും മാപ്പ് കൊടുക്കലും അവനെതിരെ ശിക്ഷിക്കാതിരിക്കലുമാണ് മഹത്വം എന്ന് നമ്മളെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചു. ഈ ഇലക്ഷനും ഇനിയുള്ള ജീവിതത്തിലും ഹിന്ദുക്കൾക്ക് ഈ അബദ്ധം പറ്റരുത്. ഈ ഇലക്ഷനും ഓരോ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇലക്ഷന് പോലും, ഒരു കോളേജിലെ ഇലക്ഷന് പോലും, ഒരു ചെറിയ പഞ്ചായത്തിലെ ഇലക്ഷന് പോലും, ഒരു സ്ഥാപനത്തിലെ ഇലക്ഷന് പോലും ശത്രുവിനെ ജയിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. ഈ സംസ്കാരത്തെയും ഈ രാഷ്ട്രത്തെയും ഹിന്ദു ധർമ്മത്തെയും നശിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു വരിയോ ഒരു പ്രവൃത്തിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ദൗത്യത്തിന്റെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാവട്ടെ. 10,000 വർഷം നിലനിന്ന ഈ സംസ്കാരത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പറ്റാതെ പോയി. നമ്മളെ നശിപ്പിക്കുന്നവരെയും നമ്മളെ നിലനിർത്തുന്നവരെയും തിരിച്ചറിയാൻ പറ്റാതെ പോയത് ഇനി സംഭവിക്കാതിരിക്കട്ടെ. പ്രണാമം.